കൂടാളിയിലെ ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം യൂത്ത് ലീഗ് ഉപരോധിച്ചു. പഴശ്ശി കനാൽ റോഡും സംരക്ഷണ ഭിത്തിയും തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത്. നേതാക്കളെയും പ്രവർത്തകരെയും മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കഴിഞ്ഞ ദിവസമാണ് മട്ടന്നൂർ തലശ്ശേരി റോഡിൽ കുഞ്ഞിപ്പള്ളി കാര കനാൽ റോഡിൽ പുനർനിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും കോൺക്രീറ്റ് റോഡും തകർന്നത്. അഴിമതിയിലൂടെ റോഡ് പണി നടത്തി ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിയ അധികൃതർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗതയോഗ്യമാക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. സമരം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഷബീർ എടയന്നൂർ ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഹൈവേ വലിയ തോതിൽ പൊട്ടിപ്പൊളിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെതാണ് എന്ന് സാമാന്യ ബോധ്യമുള്ള എല്ലാ മനുഷ്യർക്ക് അറിയുന്ന സമയത്ത് തന്നെയാണ് ഇത് കേരളത്തിൻ്റെതാണ്, നമ്മളാണ് അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കിയത്, നമ്മളതിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നത്, ഞാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും എല്ലാ ആഴ്ചതോറും വിസിറ്റ് നടത്തിയിട്ടാണ് അതിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് എന്ന് പറഞ്ഞ് പിന്നീട് അത് പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ആ നാഷണൽ ഹൈവേയുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നൊരു സംസ്ഥാന സർക്കാരിനെ നമ്മൾ കാണാണ്. പാലാരിവട്ടം പാലം പൊളിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതുമായ സമരകോലാഹലങ്ങൾ നമുക്കറിയാം. അതിൽ അഴിമതി ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും കൃത്യമായി ആ UDFനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സമരം നമ്മൾ കണ്ടതാണ്. എന്നാൽ സമീപകാലത്ത് കേൾക്കുന്ന വാർത്തകൾ അത്രയും എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിയാണ്. ഇന്നലെയാണ് ഇറിഗേഷന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്കും അലുവ മുറിച്ചതുപോലെ റോഡുകൾ 2ആയി ഭാഗമാകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. തുടർന്നും ഓഫീസ് ഉപരോധിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ത്വാഹ കൂടാളി അധ്യക്ഷത വഹിച്ചു. ഹാരിസ് ശിവപുരം സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.